വെൽക്കം ഓൾ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച രണ്ടാമത്തെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. പുതിയ വ്ളോഗാണ്, രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ട്രിപ്പിൻ്റെ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് മുട്ടി കളിക്കാനല്ല, അത് മാമപ്പോവാൻ ഒന്ന് ഒരു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കാണ്, ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാം. ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് റിവ്യൂ അറിയോ? ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ദോശന്റെ റിവ്യൂ ശുക്കൂർ പറയും. അത് രുചി തന്നല്ല, ദോശ ഫ്ലോപ്പാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല ദോശ. ഇന്നലെ ഓർഡർ ചെയ്ത ഹാഫ് മന്തി റൈസ് എന്താ? അത് രുചി ഓരോപ്പം തന്നില്ലല്ലോ. അപ്പൊ എന്താ വളരെ വിവാദങ്ങൾ സൃഷ്ടിച്ചൊരു ദോശ കേട്ടത്. ഹായ് ആൾ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പ്രോപ്പർട്ടിന്ന് നമ്മൾ ചെക്കൗട്ടിന് സമയമായിക്കണ്, 11:30 ആയിക്കണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാം. വേറെ വെറൈറ്റി ഒരു ഡെസ്റ്റിനേഷനാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പേര് കിങ്സ് ഹോളിഡേയ്സ് പൂൾ വില്ല റിസോർട്ട് എന്നാണ്. ഇവിടെ ഇതുപോലത്തെ ഒരുപാട് കോട്ടേഴ്സുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞങ്ങൾ നിന്നത് ഇതിൽ 2 ടീമിന് നിൽക്കാം, അതേപോലെ അതിൽ 2 ടീമിന് നിൽക്കാം. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷന് തികച്ചും സർപ്രൈസാണ്. ഓക്കെ, മൈ കൊണ്ടാട്ടി ഫോട്ടോ പോസ്റ്റ് നിൽക്കാം കേട്ടോ. നല്ല പൊസിഷൻ നോക്കിയിട്ട് മാമനി റൂം ചെക്കൗട്ട് ചെയ്തപ്പോഴത്തേനും ഓടി കയറിയിരിക്കണം ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഞാനും ബ്ലൂ ആണ് ഇട്ടിക്കണേ. ഞങ്ങൾ മനഃപൂർവ്വം ഇട്ടല്ല, യാദർശികമായി പോയതാണ്. കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ ആയി പോയതാണ് കേട്ടോ. പിന്നെ വേറെ രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഇത് മൈ ഓൺ ടീഷർട്ടാണ്. മൈ ഓൺ ടീഷർട്ടാണ്, മൈ ഓൺ ഗ്ലാസ്, മൈ ഓൺ ടീഷർട്ട്. ഈ സാധനത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല. ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഞങ്ങൾ പ്രോപ്പർട്ടിന്ന് കാർ ഇറക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഡെസ്റ്റിനേഷൻ കാണിച്ചു തരാം. ഓക്കെ, വണ്ടി പോരെ പോരെ പോരെ. കേറിക്കോ. ഇസോ ഹായ് പറയും. എൻ്റെ ഈ പുതിയ ബ്ലോഗർ അല്ലേ? എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? പേരുണ്ടോ? പപ്പ ദ ഹീറോ എന്നാണോ? ആ, പപ്പ ദ ഹീറോ. ഓക്കെ, ഇസുവിന്റെ പുതിയ ചാനൽ വരുന്നുണ്ട് കേട്ടോ. അപ്കമിങ് യൂട്യൂബർ ആണ്, എല്ലാവരും സഹകരിക്കുക. അല്ല ഇഷോ? ആ, നമ്മളപ്പോൾ അടുത്ത സ്ഥലത്ത് പോവാട്ടോ. അടുത്ത സസ്പെൻസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. നമ്മള് ഇവിടുന്ന് സ്റ്റേ അടിച്ചു. അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒന്നും അവിടെ എത്തുന്നോളം നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും, നമുക്ക് സർപ്രൈസ് ആയിരിക്കും. നമ്മളപ്പോൾ നമ്മളെ അടുത്ത ലൊക്കേഷൻ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നല്ല തെളിഞ്ഞ ആകാശം കേട്ടോ. ഇവിടെ എങ്ങനെയാണ് രാവിലെ മുതൽ ഉച്ചവരെ ഈ ഒരു ക്ലൈമറ്റാണ്. ആഫ്റ്റർ ദാറ്റ് ഭയങ്കര തണുപ്പും കാറ്റൊക്കെ ആയിരിക്കും. ഇതല്ല ലൊക്കേഷന്. സോറി ഗൈസ്, ആയിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി പോകാണ്ട്. ഓക്കെ, നല്ല റൂട്ടൊക്കെ പക്ക ഒരു ഓഫ് റോഡ് ഫീലാണ്. ഞങ്ങൾക്ക് ചടാനും വണ്ടിയും കൊണ്ടൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, ഞങ്ങൾ പ്രോപ്പർട്ടി എത്തിയിരിക്കുന്നു. പ്രോപ്പർട്ടിയിലോട്ടുള്ള എൻട്രിയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. സെക്കൻഡ് വൺ. ഞങ്ങൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് പ്രോപ്പർട്ടി കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. വേറെ കോമഡി എന്താ വെച്ചാൽ കഴിഞ്ഞ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അരമണിക്കൂറായിട്ടില്ല. അപ്പോൾ ഇതിന് അടുത്ത റിസോർട്ടിൽ ഞങ്ങൾ ചെക്കിങ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടിക്ക് പോകുന്ന റോഡാണ്. പക്ഷേ പ്രോപ്പർട്ടി എത്തിയിട്ടുണ്ട്. നമ്മളെ റൂംസ് വേറെ ഓരോ സൈഡിലാണ്. ഓക്കെ, ഈ റിസോർട്ട് കുറച്ച് കാണിക്കാണ്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ. ഇതാണ് നമ്മുടെ
റൂമിലോട്ടുള്ള വയ്യാട്ടോ. നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ റൂമിലെ വയ്യാണ്. ഇവിടെ ടെന്നീസ് കോർട്ട് ഉണ്ട്, ഇപ്പുറത്ത് ഒരു പാർക്കിംഗ് വിട്ടോളൂ. ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കും കേട്ടോ. ഞങ്ങൾ പ്രോപ്പർട്ടിയിൽ ചാമ്പക്ക, നല്ല കിഡിലൻ ചാമ്പക്ക. അവന്മാർ ചാമ്പക്ക കുറച്ചെന്നാ നല്ലൊരു ചാമ്പക്ക. എന്താണ് അറിയുന്നവർ വന്നിട്ട് കമന്റ് ചെയ്യട്ടെ എന്താ സാധനം ഉള്ളത്. പ്രോപ്പർട്ടി അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയണ്ട കേട്ടോ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, കഴിഞ്ഞ പ്രോപ്പർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ അടി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ നാളെ ഒരു പാർട്ടും കൂടി ഉണ്ടാവും, അതിൽ കൊടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും മൊത്തത്തിൽ. അവിടെ ഒരു മല കാര്യങ്ങളുണ്ടോ, പൂള് കാര്യങ്ങളൊക്കെ ഉയർത്താണ് വരുന്നത് കണ്ടോ. ചാമ്പക്ക എത്രയാണ് ഷോ? എത്രങ്ങാണ് ചാമ്പക്ക? അശ്വിനൊന്നുള്ളൂ. യശുവിനൊക്കെ കുട്ടിയിലെ ഏത് സൈഡിൽ വെച്ചാലും ഒരു ഫോട്ടോഗ്രാഫിക് വ്യൂ ഉണ്ട് പറഞ്ഞിട്ട് നല്ലൊരു ഊഞ്ഞാല കാട്ടിയിരിക്കണു. ഇവിടെ എങ്ങനെ വീഡിയോ എടുക്കുക? എവിടെ പോയുണ്ടോ അങ്ങനെ അതായാലോ. നമ്മൾ ഈ പ്രോപ്പർട്ടീൻ്റെ സൈഡ്സൊക്കെ ഇതൊക്കെ വെറും ഒരു ഏരിയ മാത്രമാണ് ഈ പ്രോപ്പർട്ടീൻ്റെ. ഇതിൻ്റെ ഒരു 10% മാത്രമേ കയറത്. 90% ഇനിയും എക്സ്പ്ലോർ ചെയ്യാണ്ട് എല്ലാം കാണിച്ചു കേട്ടോ നിങ്ങൾക്ക്. ഞങ്ങളിവിടെ എത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്താണ്. എൻ്റെ മോനെ ബലി കളിക്കണു നിങ്ങൾ. ഒരു മിനിറ്റ്, ഇതൊക്കെ കയാക്കിങ് ഒരു പ്രോപ്പർട്ടിയിൽ കൂടെ വെറുതെ മണ്ടത്തരം കാട്ടടാ. ആൾക്കാർ ജഡ്ജ് ചെയ്ത് തരുന്നുണ്ടോ കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, ലേക്ക്, സ്മോൾ ലേക്ക്. അത് ഓല് കൊണ്ടുപോകണേക്കാരടാ. മണ്ടന്മാര് ഹോയ് ഹോയ് പുലിവാല കല്യാണത്തിൽ കൊച്ചാനീഫി സലീമാൻ കടക്കണായിരിക്കും. മണ്ടന്മാർ ലണ്ടനിൽ പറഞ്ഞിരിക്കും. ഇത് ഇങ്ങനെ മുട്ടാൻ പാടില്ലല്ലോ. നമുക്കിത് ഇല്ലാതെ കാര്യാട്ടു പോട്ടെ. ഹോയ് 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 ഹോയ്. ഇങ്ങനെ ബോട്ട് പോലെ ആ കണിപ്പ് കിട്ടി ശുക്കൂറ. അവര് കണിപ്പുണ്ട് കൊളത്താണ്. ഇവിടെ ഇങ്ങനെ പാർക്ക് പോലത്തെ ഏരിയ ഉണ്ട്. ഇവിടെ വലിയ ഊഞ്ഞാലുണ്ട് കേട്ടോ, ബിഗ് ഊഞ്ഞാലുണ്ട്. ഒരു ഫാമിലിക്ക് ഇരുന്നാടാ. ഇവിടെ ഉണ്ട്, ഇതാണ് അടിപൊളി. ഇവിടെ കോർട്ടുണ്ട് കണ്ടോ. ഇവിടെ ഞങ്ങൾ ഇന്ന് ക്രിക്കറ്റ് കളിക്കും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കും. ഈ നെറ്റ് മടക്കി വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കും കേട്ടോ. പിന്നെ ഇവിടെ ഒരു പോണ്ട്, വീണ്ടും ഇവിടെ ഒരു പോണ്ട് വരുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കണ്ണും പൂത്തി വന്നോളി. ഞങ്ങൾ ഇന്നലെ പോയ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അതിൻ്റെ പൈൻ മടങ്ങ് നിൽക്കും. അതിൻ്റെ അത്ര റേറ്റും ഇല്ല കേട്ടോ, റേറ്റും കുറവാണ്. നോക്കൂ, നമുക്ക് ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ല. ഓക്കെ, എളുപ്പമാണല്ലേ. ഇപ്പോൾ റിസോർട്ടിൻ്റെ ഒരു 25% കണ്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങളിപ്പോഴും പൂളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. പൂളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, രണ്ട് മണ്ടന്മാരെ ആ കയാക്കിങ്ങിലാണ്. രണ്ടാക്കും നീന്തൽ അറിയില്ല, പൊട്ടന്മാരാണ്. ഇവിടെ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, അതൊന്നും ഇട്ടിട്ടില്ല പൊട്ടന്മാർ. അവിടെ കിടന്ന് അങ്ങനെ നല്ലതായി. ഒരു സാധനം കൂടി ഉണ്ട് ഇവിടെ മോനെ.
ഒരു പോണ്ട് ഇവിടെ ഒരു പോണ്ട് കേട്ടോ, സ്മോൾ പോണ്ട്. ഓക്കെ, ഇവിടെ വില എപ്പോഴും നോക്കണം, ഇല്ലെങ്കിൽ സീനാണ്. ഒയ് ഹോയ് ഒയ് ഹോയ് ഒയ് ഹോയ്. ഞാൻ ഇന്ന് ഉച്ചക്കിലെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എന്താ ഓട്ടോറിക്ഷയിൽ മാമനാണ്, നമ്മളെ മരിയാൻ തന്നെ ഓർഡർ ചെയ്തിരിക്കണം കേട്ടോ. ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ എത്തും, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഡെലിവറി ചാർജ് കൊടുക്കേണ്ടി വരും. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ലേ, ആ സെയിം ഹോട്ടലിൽ നിന്ന് തന്നെയാണ് സംഭവം. ഞാൻ പറയട്ടെ, ഞങ്ങൾ 2 പ്രോപ്പർട്ടിയും ഏകദേശം 4-5 കിലോമീറ്റർ അടുത്താണ്. അത് യാദർച്ഛികമായി സംഭവിച്ചോട്ടെ, ഞങ്ങൾ കൽപ്പിച്ചോട്ട് ബുക്ക് ചെയ്തതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ ഒരു ഇടുക്കി മൂന്നാർ സൈഡിൽ 2 പ്രോപ്പർട്ടി സെപ്പറേറ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ രണ്ടും കിട്ടിയത് അടുത്തടുത്ത്. അത് ഞങ്ങൾ പിന്നെ ഇപ്പോഴത്തെ അറിഞ്ഞത്, ഐ മീൻ ഇന്നലെ ഞാൻ ഞങ്ങൾ അറിഞ്ഞത് 2-4 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളൂ എന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഒന്ന് കറക്റ്റ് കേട്ടോ. ഓയ് ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ് ഓയ് ഹോയ്. കേറോ, എവിടെ എന്റെ പൊണ്ടാട്ടി? ഇതാണ് മുകളിലത്തെ പ്രോപ്പർട്ടി കേട്ടോ. ഇവിടെ 4 റൂംസ് ഉണ്ട്. ആൻഡ് ഫൈനലി ഇതാണ് നമ്മളെ പൂള്, നമ്മളെ പ്രോപ്പർട്ടിയിലെ പൂള്. അത്യാവശ്യം വലിയ പൂളാണ്. ഇത് ചെറിയ പൂളാണ്, ഇത് വലിയ പൂളാണ്. ഓക്കെ, ഇതൊക്കെ റൂംസ് ആണ് കേട്ടോ. 4 റൂംസ് ഇവിടെ ഉണ്ട്. ഇന്ന് ഇവിടെ ഒന്നും ഗസ്റ്റ് ഇല്ല കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയാം അടിപൊളി പ്രോപ്പർട്ടിയാണ്. ധൈര്യത്തോടെ എടുത്തോളൂ. പക്ക ഇൻഫിനിറ്റി പൂള് കേട്ടോ. നമ്മൾ വന്നത് ഇവിടെ നിന്നാട്ടോ, ഈ അടിയിൽ നമ്മൾ വന്നപ്പോൾ. ഇവിടുത്തെ ഒരു വ്യൂ നോക്കൂ, മൊത്തത്തില് അടിപൊളി വ്യൂ. This is heaven, 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 heaven. മൂവി എങ്ങനെയുണ്ട് സ്ഥലം? സൂപ്പർ അല്ല? സൂപ്പർ. ഇതാണ് ഇനി വാക്കിംഗ് പറഞ്ഞ് ഇതിൽ കൂടെ നടക്കുക. നമ്മളെ ക്രിക്കറ്റ് ആട്ടോ ഗൈസ്. നിയമങ്ങളാണ്, കണ്ട നിയമങ്ങൾ. കണ്ട നിയമം പറ. അല്ല ഞാൻ പറഞ്ഞതാ, ഇങ്ങോട്ട് വന്നോട്ടെ. ഇങ്ങനെ ഈ മരം കണ്ടോ, ഇങ്ങനെ ഈ മരം ഇങ്ങനെ ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ചാടി ഔട്ട്. ഇങ്ങോട്ടില്ല, ഈ സൈഡില്ലേ, ഈ സൈഡ് ഇങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ ഔട്ട്. ഇങ്ങനെ ഇതാ ഞങ്ങൾ നിയമം കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ആ മരം ഇതാ ഇതിന്റെ ഉള്ളിൽ ചാടി ഔട്ടാണ് കേട്ടോ. കളി തുടങ്ങിയാണ്. ഷാഹിദ് അറിഞ്ഞോ? ഷാഹിദ് ഞാൻ കീപ്പർക്കാം. ബാറ്റ്സ്മാൻ ആയ് ഫണ്ണാട്ടോ കളി. ആ ഇത് പക്ഷെ എന്താ ഇവിടെ കീപ്പർ എന്നിട്ട് ഔട്ട് പോയി ആ കൊളത്ത് പോയി. അവിടെ സുഹൃത്തെ, അപ്പൊ എന്നോടല്ലേ പറഞ്ഞ അങ്ങോട്ട് അടി പോകും. ഇങ്ങോട്ട് അടിച്ചതേ ഇവനെ 2ാം പ്രാവശ്യം വെള്ളം പോയിട്ടില്ല. ശുക്കൂർ 2 കളി ഡിസ്മിസ്. ആ ഇത് ഔട്ടാണ്, ഇത് ഔട്ടാണ്. ഞാൻ പുല്ലിക്ക് ഇടയിൽ ഔട്ട് എന്ന് പറഞ്ഞത്. റോട്ടുമൊക്കെ ഔട്ടില്ല, റോട്ടുമൊക്കെ ഔട്ടുണ്ട്. ഷാഹിദ് ആൾറെഡി പറഞ്ഞിക്കണ്. റോട്ടുമൊക്കെ ഔട്ട് പറഞ്ഞിക്കണ് ശുക്കൂറ. ഞാൻ പറഞ്ഞില്ലേ പുല്ലുമൊക്കെ ഔട്ട്. റോട്ടുമൊക്കെ ഔട്ടാണ് പറഞ്ഞു. കേറി അടുത്ത ആൾക്ക്. റോട്ടുമൊക്കെ ഔട്ട് കണ്ടം കളിയിൽ സ്വാഭാവികം. ഒന്നും വേണ്ടാമോ, ബൈക്കിന് അടിച്ചാ.
അപ്പോൾ വെച്ച് അവിടെ നോക്കിട്ടാ ഫീൽഡിങ് സ്ട്രോങ് ആക്കി ശുക്കൂറ ഔട്ട് ഔട്ട് ആ ഓക്കെ 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 ഇതാണ് കണ്ടം കളിട്ടോ എല്ലാവർക്കും അറിയുണ്ടാവും ഓക്കെ ബാ പിടിച്ചോ ഷാഹിദ വീഡിയോ ഉണ്ട് കേട്ടോ വ്ളോഗിലുണ്ട് വാ ഓ വാമൻ ഗ്രേറ്റ് ഫീൽഡിംഗ് ആണ് കണ്ടോ. മാന്യമായ കളി അതുകൊണ്ട് ഔട്ടൊന്നുമില്ല എന്നാലും ഔട്ടായി കയറി കൊടുക്കുകയാണ്. ഇങ്ങനെ കളിക്കണം. ആ ഔട്ടാണ്. ഞാനാ ഇറങ്ങോ. എനിക്കൊക്കെ അങ്ങനെ ഇട്ട് നിൽക്കണേ ഫുൾ ടോസ്. കയറി അടുത്ത കളി ഞങ്ങളെ ക്രിക്കറ്റ് കളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇരുട്ടാണ് മുമ്പ് പൂൾ യൂസ് ചെയ്യരുത്. ഇവിടെ പൂള് 7 വരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി ടീംസൊക്കെ പൂളിക്ക് പോയിക്കണേ. ഞങ്ങൾ പൂളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂളത്തെ കുറച്ച് വിനോദങ്ങൾ കാണിച്ചത്. ഇന്നലത്തെ പ്രോപ്പർട്ടിയിൽ പൂളത്തെ അധികം ഇടാൻ പറ്റിയില്ല. കാരണം എൻ്റെ ചെറിയ പൂളല്ലായിരുന്നു. വേറെ കോമഡി എന്താ പറയുക, ഇതാണ് പ്രശ്നം. ഇത് മൊത്തം നടന്ന് കയറണം. അതിന് പറ്റുന്നോൾ നീ വന്നാൽ മതി. പക്ഷേ ഇത്രയും നടന്ന് കയറിയാൽ അവിടെ കാണാം. ഞാൻ വീഡിയോ നേരത്തെ കാണിച്ചൊന്നുമില്ല പൂളില്ല എത്ര മനോഹരമായ പൂളാണെന്നുള്ളത്. ഓക്കെ ആൻഡ് ഫൈനലി വി ഹിയർ. ഞങ്ങൾ പൂൾ ടൈം ആട്ടോ. നേരത്തെ ജസ്റ്റ് പൂള് കാണാൻ വന്നാണ്. ഇതാണ് ഇത് കിഡ്സ് സെക്ഷനാണ്. ചെറിയ കിഡ്സ് അല്ല. ഇസാണ്ട് വേണ്ട കേട്ടോ. ഇത് തന്താരതാട്ടോ വേസന്മാർ. ഓക്കെ സോ ദിസ് ഈസ് അവർ ഫുൾ ടൈം. മാക്സിമം എൻജോയ് ചെയ്യണം. ഓക്കെ ഞാൻ റെഡിയാണ്. വേഗം ഷോപ്പിംഗ് കാണാനൊക്കെ മാറ്റിട്ടോ പൂളി ചാടുമ്പോൾ. ഓക്കെ പിന്നെ ഈ പുളിന്ന് വിചാരിക്കണ്ട. ഓക്കെ ഓക്കെ എന്തൊക്കെയുണ്ട് ആശാനെ വിശേഷങ്ങൾ? ഈ പാവങ്ങളെ ഒന്നും മറന്നില്ലല്ലോ. ആ റീലെടുത്താലോ ഈ ഒരു പൊസിഷനിൽ? മാമനല്ലേ എന്താണ് മൂക്കുന്ന ഇറങ്ങിപ്പോയത് മാമ? ക്യാമറ ഒപ്പം ചാടി മാമന്റെ ഒപ്പം. ക്യാമറ മുബീനെ പോണോക്ക് ബാക്കിൽ പിന്താലെ പുതിയാപ്പിള പോണോക്ക്. ഇവർക്ക് നടക്കും കാലത്ത്. ഇവന് കപ്പിളില്ല കേട്ടോ. ഒന്നുമില്ല അവൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട്. അനക്കോ അന്റെ വെള്ളം നോക്കട്ടെ. അന്റെ വെള്ളം നോക്കട്ടെ. അതല്ല വാട്ടർ ഭർത്താവ് വിചാരിച്ചതാ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ഇറങ്ങി ഓട്ടെ പുള്ളി. അയ്യോ ദിസ് ഈസ് ദി എൻഡ്. പിന്നെ അജുനൊക്കെ നല്ല മാർക്കറ്റാണ്. ചാടാണ് ഞാൻ. അയ്യോ ഞാൻ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഇത്ര ആഴുണ്ട് കേട്ടോ. ഇത്ര ആവുള്ളൂ. അത് വലിയ ആഴമൊന്നുമില്ല. പക്ഷെ സെറ്റാണ്. അത്യാവശ്യം നീന്തി കളിക്കാനുള്ള ഏരിയ ഉണ്ട്. ഓക്കെ ഓക്കെ ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോട്ടെ. മതി പൂള് കളിച്ചില്ലേ? ഇത് മതി. ഇത്ര കളിച്ചാ മതി. വിശ്വ സൂപ്പർ സൂപ്പർ. എന്തോ ഗെയിം കളിക്കാം. ഞാൻ അവിടെ വീഡിയോ എടുക്കുമ്പോൾ നിറച്ച് നല്ല തണുപ്പുള്ള കാറ്റുണ്ട്.
നമ്മളെ പ്രോപ്പർട്ടിയിലെ ഓപ്പൺ ഗെയിംസ് ഏരിയ കേട്ടോ. ടേബിൾ ടെന്നീസ് ഉണ്ട്, പിന്നെ ഇവിടെ ചെസ് ബോർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. യുനോ ഉണ്ട്. ഇപ്പോൾ ടി വി ഉണ്ട് കേട്ടോ, വലിയ വേൾഡ് കപ്പ് ഇതിൽ കാണാം. പിന്നെ ഇങ്ങനെ വന്ന് ക്യാരംസ് ക്യാരംസ് കളിക്കട്ടെ. ഫുഡ് വരുന്നവരെ ക്യാരംസ് കളിക്കട്ടെ. ബ്ലാക്കാ ഇതാ ആ പ്ലെയർ എത്തിൻ്റെ ആടാ ഇരിക്ക്. അപ്പൊ ഞങ്ങൾ ബ്ലാക്ക് കിട്ടോ. നമ്മളെ ടീമല്ല. അപ്പൊ നമ്മൾ വൈറ്റ്. ഞങ്ങൾ ഫുഡ് വന്നു കേട്ടോ. ഫുഡ് വന്നു ഫൈനലി ഞങ്ങൾ ഫുഡ് എത്തി കേട്ടോ. എന്നും 10:30. ഡെലിവറി ബോയ്ക്കാരെ വേറെ കൂടെയൊക്കെ പോയല്ലോ, വേറെ ഏതോ ചാലി കൂടെയൊക്കെ. പീസ് ഇല്ല മാമ ഉണ്ടല്ലോ, അതുണ്ടല്ലോ അല്ലേ. മറ്റോടെ വല്ല റൂമിനോട് കഴിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിച്ചോക്കട്ടെ, എന്നിട്ട് നമുക്ക് രാത്രി ബാക്കി കലാപരിപാടി കേട്ടോ. ഓക്കെ അശു ഇഷു ഓക്കെ അല്ലേ. ഹലോ, ഞങ്ങളങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടേ ഇവിടെ ചെറിയൊരു ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ അതാകെ പോകുന്നുണ്ട്. പാട്ടൊന്നുമില്ല ഇവിടെ. മൊത്തം സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. ഫുള്ള് തവളകളും മറ്റേ കിളികളുടെ സൗണ്ട് ഈ സറൗണ്ടിങ്സ്. കാരണം ഇവിടെ മറ്റോ അവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, ആ കയാക്കിങ് ചെയ്യണ പോണ്ട് കാര്യങ്ങളൊക്കെ ആ സൈഡിലാണ് വരുന്നത്. നല്ല രസമുള്ള നാച്ചുറൽ സൗണ്ടാണ്. അപ്പോൾ പാട്ടൊക്കെ വൃത്തികേടായിരിക്കും തോന്നി നമുക്കും. ഞങ്ങളതിനെ എത്തിയിട്ടുള്ളൂ, ഓരോരുത്തരായിട്ട് വരും. ഓക്കെ മ്യാമനെ വിളിച്ചിരുന്നു. ഞാൻ ഒരു 5 മിനിറ്റ് ഇരിക്കാനല്ലോ ചോദിച്ചോട്. ഞാൻ 5 മിനിറ്റ് അല്ല, നമ്മൾ മറ്റേ അന്താക്ഷരിയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിന്. അന്ന് വരാമോ കാണുന്നുണ്ടായില്ലടാ. ഓ കാണുന്നുണ്ട്. മാമനെത്തി, മാമനും മക്കളും എത്തിക്കണം കേട്ടോ. മാമൻ്റെ വൈഫ് എത്തിക്കണ്, ചെറിയ കിഡ്. ഞങ്ങളെ നേതാവ് വരാല്ലേ, നേതാവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉരുക്ക് മനുഷ്യ കരിട്ടോ. ഞങ്ങൾ നേതാവ് വരുന്നുണ്ട് കേട്ടോ. നേതാവും കുട്ടി ഷാഹിദേ, ഇജ്ജ് കുട്ടീനെ കുടിച്ച് ഇങ്ങനെ നടക്കുക. മറ്റേ ഞാൻ ആ പാട്ടില്ലേ, നീ വിതുമ്പും കുഞ്ഞു പോലെ മഴക്കിനാവായി ഷാഹിദ കിട്ടുന്ന ഫ്രെയിം കേട്ടോ. അങ്ങനെ ഇങ്ങോട്ട് ഇരുന്നാണ് മറ്റേ ഇറച്ചിക്കടയത്തെ എന്താണ് യാറാലായിക്ക് കേട്ടോ. യാറാലായിക്ക് ഓക്കെ ഇഷ്ടായിട്ടോ, ഇഷ്ടായി. മുബിയേ നരകത്തിലെ ചൂട്. എന്താ ജിയോ ചൂടെന്താ അവസ്ഥ? ചൂടോ? ഒന്ന് ചൂടാക്കിയപ്പോ ഭയങ്കര ഹ്യൂമിഡിറ്റി. എന്തൊക്കെയാ പറയുന്നത്, ഒന്നുമില്ലടാ, നല്ല സുഖമുണ്ട്. നമുക്ക് അന്താക്ഷരി കളിക്കല്ലേ. രുചി എന്താ പറയണേ? ഇതെന്ത് പറയാ? നല്ല സുഖം. നല്ല ചിക്കന് കഴിച്ചപ്പോ ഒരു ചൂടും കണ്ടപ്പോ റാഹത്തായില്ലേ. നാട്ടിലിരുന്നാ പോരെ, ചൂടുള്ള അങ്ങോട്ട് നിന്നാണ്. ഇവിടെ നല്ല തണുപ്പുണ്ടേ, നാട്ടിലത്തെ പോലെ ചൂടല്ലേ, നല്ല തണുപ്പുണ്ട്. അല്ല അങ്ങനെ ചൂടുള്ള സ്ഥലത്ത് നിന്നാണ് ഇവിടെ അന്നാണ്ട് ചൂടുള്ള. എന്താ ഇതിനെ പറ്റി പറയാല്ലേ? തണുപ്പില്ല, നല്ല ചൂടാ. നല്ല ചൂടല്ലേ? അതാണ് തണുപ്പിന്റെ ഒരു സുഖം കിട്ടണമെങ്കിൽ ഉറക്കം വന്നു മാമ ശരിക്കും അല്ലേ? ക്ഷീണം വന്നില്ലേ? കുട്ടികളെ പോയി കടത്തണേ. ഇവിടെ തൊട്ടിരിക്കണം. കുട്ടിന്
താരാട്ട് പാട്ട് പാടിക്കാൻ സാധ്യത എനിക്ക് കേക്കട്ടെ ഉറക്കണം. കുട്ടിനെ ഞങ്ങൾ താരാട്ട് പാട്ട് പാടാറില്ല. കുട്ടി ഹമ്മിങ്ങിൽ മാത്രമേ ഉറങ്ങാറുള്ളൂ. ഇത് പാട്ട് പാടില്ല താരാട്ട്. കുട്ടി ഫുൾ ടൈം ഉറങ്ങി കാണാൻ, എണീപ്പിക്കാൻ പാടില്ല ഞങ്ങള് അല്ലേ? ഇപ്പൊ നോക്കണല്ലോ എന്നെ കാണില്ലോണി രാത്രിയായിട്ട്, അല്ലെങ്കിൽ ഞാൻ മറ്റേ മലക്ക് പോലെ. ബൈസെപ്സ് കാണിച്ചാ ഞാൻ ജിമ്മിനോ എന്നാലും ഉള്ളത് കാണിക്ക്. ഇല്ലതോ കമ്പയർ ചെയ്യാൻ ആരാധകര് ടീഷർട്ട് എന്താക്ക്. ഞാൻ ഇപ്പൊ ജിമ്മിനോ അല്ല, ഞാനിഞ്ഞ് പ്രസവിച്ച് കഴിഞ്ഞിട്ട് വയറ് എന്നിട്ട് ഫുൾ ഡയറ്റ്. ഡയറ്റിന് ഓരോ കാരണങ്ങൾ. മാമാ ഇജാന്റെ കുട്ടികളെ ഉറക്കുമ്പോ പാടുന്ന പാട്ട് ഏതൊക്കെ? പാട്ടൊന്നുമില്ല. അല്ല പണ്ട് പാടീന് ഏതൊക്കെ? പലതും പാടും. മുബിയ മാമൻ കുട്ടികളെ ഉറക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതേനി? ഇത് അസ്ബി റബി ഒന്നും കേട്ടിട്ടില്ല? പിന്നെ നോണ പറഞ്ഞപ്പോ ഉണ്ട്. അല്ല അത് ഉറക്കലുണ്ടല്ലോ പാട്ടാട്ടില് താരാട്ട് ഉണ്ടാവില്ല. ഇതുവരെ കേട്ടില്ല ജീവിതത്തില്. ഇപ്പൊ ചെയ്ത് പാട്ട് പാടുത്തന്നല്ലേ ഓർമ്മല്ല എനിക്ക്? ഹസ്ബി റബി പാടുത്തന്ന് ഓർമ്മ ഉണ്ടോ? ഇല്ല. എന്തൊരു കഷ്ടാണ്. മറ്റേ സ്കൂൾ കച്ചവടം നടന്നില്ലേ? സ്കൂൾ കച്ചവടം എത്ര ഒരു മാസം നടന്നു. ഒരു ദിവസം 1.5-2-3 ലക്ഷം. 3 × 30 90 ലക്ഷം കിട്ടിയ നമുക്ക് ഒരു മാസം. 1 കോടി ആയിക്കണം. 90 ലക്ഷം എന്നൊക്കെ പറയാൻ റൗണ്ട് ആക്കിയല്ലോ 1 കോടി. 1 കോടി ബോണസ്. ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഇപ്പൊ നമുക്ക് വിയറ്റ്നാം ഉണ്ട്, തായ്ലൻഡ്, പിന്നെ മലേഷ്യ അല്ലേ സേഫസ്റ്റ്. വിയറ്റ്നാം പിടിക്കാം. വിയറ്റ്നാം ചീപ്പ് മലേഷ്യയാണ്. വിയറ്റ്നാമിക്ക് ഒരു 10 രൂപ കൂടുള്ളൂ. ചായക്ക് 10. ആക്ക് 10 വെച്ച് കൂടുന്ന ഉദ്ദേശിച്ചത്. 40 ഞാനുണ്ട് മാമ, എനിക്കും കൂടി. എനിക്കും 2 ആവും. ഞാൻ അങ്ങനെ ഒറ്റക്ക് സൂഹിക്കാൻ പറ്റൂല. എന്റെ കുട്ടിക്ക് ജനിച്ചിട്ട് 2 വയസ്സാവും. കുറച്ച് ഡിസംബർ ജനുവരി ഒക്കെ ആയിക്കോട്ടല്ലേ? എന്തായാലും പുതിയ പാസ്പോർട്ട് എടുത്ത് അല്ലെങ്കിൽ ഉള്ളി കൊണ്ടെങ്കിൽ 4 സീൽ വെക്കണം എന്ന് പറഞ്ഞേ. ഇങ്ങളെ അതിന്റെ മുമ്പ് മറ്റേ സർപ്രൈസ് ഇന്റർനാഷണൽ ഒക്കെ ഉണ്ടെങ്കിലോ? ഓന് വിസ ഒക്കെ റെഡിയാണ്. ദുബായ് വിസ റെഡിയാണ്, കുവൈത്ത് റെഡിയാണ്. ഫ്ലൈറ്റ് മാത്രല്ല എന്നുള്ളൂ. പിന്നെ ഇവിടെ ഓസ്ട്രേലിയ റെഡിയാണ്. കാക്ക ഓള കാക്ക ഇന്റർനാഷണൽ ബന്ധങ്ങളല്ലേ ഫുള്ള്. ഇത് വലിയ ആളല്ലോ. കാക്ക അട്ടപ്പുറത്താണെങ്കിൽ എന്താ കമ്പനി ഇല്ലേ? ഇന്റർനാഷണൽ സംശയങ്ങൾക്ക് ബന്ധപ്പെടുക ചെട്ടിയാറ. അജ്മൽ ഫ്ലൈ എക്സ് ആഡ് പോണ്ട്. അപ്പൊ ഇനി ഡക്കിന്റെ ഒക്കെ ഇന്റർനാഷണൽ കിട്ടുമോ? ചോദിച്ചില്ല ഡക്കിനോട്. എന്ത് ഡക്കിനോടോ ചോറനോടോ? അവിടെ ഇരിക്ക്. ഞാൻ ചോറ ഉദ്ദേശിച്ചേ. ഇടക്കാള് മാറും. ആള് നല്ല എല്ലാം മാറും. എല്ലാം മാറൊന്നുമില്ല. അങ്ങനെ വൈകിട്ട് പറയാണ്ടല്ലോ. കൂടുതൽ പരപ്പനങ്ങാടി പോവാന്ന് ഉടുമ്പൻചോലെന്നോ? അതൊക്കെ നിങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഉടുമ്പലക്കോട്ട എന്നൊക്കെ പറയണേ. അപ്പൊ നമ്മള് 2ാമത്തെ ദിവസം നമ്മളിവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും നിമിഷങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിച്ചു. ഇനി നമ്മള് പാർട്ട് 3 നാളെ വരുന്നുണ്ട്. ശുക്കൂറ കണ്ടില്ലേ ഉറങ്ങി. അപ്പോ see you guys. Bye.